നമസ്കാരം, ഞാൻ ഡോക്ടർ ശങ്കർ സാനു, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പ്രായം ചെന്നവരുണ്ടാകുന്ന മുട്ടുവേദനയുടെ കാരണങ്ങളും ചികിത്സയെക്കുറിച്ച്. മുട്ടുവേദന പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ കാരണമായി കണ്ടുവരുന്നത് മുട്ടിന്റെ തേയ്മാനമാണ്. പിന്നീട് വാദം എന്നുള്ള കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദന, പിന്നീട് വീണുണ്ടാകുന്ന പരിക്കുകൾ, ചതവ്, എല്ലിനൊടിവ്, നീർക്കെട്ട് എന്നിവ കാരണങ്ങളാണ്. മുട്ട് തേയ്മാനം ഉണ്ടാവാനുള്ള കാരണം പ്രധാനമായിട്ടും ശരീരഭാരമാണ്. അമിതമായ ശരീരഭാരം ഉള്ളവർക്കാണ് പെട്ടെന്ന് മുട്ട് തേയ്മാനം കണ്ടുവരുന്നത്. പിന്നീട് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന മുട്ടുവേദന, പിന്നീട് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഒടിവുകൾ കാരണം ഉണ്ടാകുന്ന മുട്ട് തേയ്മാനം. വാദത്തിന് ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. പലപ്പോഴും കാരണമില്ലാതെ തന്നെ വാദം വരാം. ചിലപ്പോൾ ഒരു വൈറൽ ഫീവർ ഉണ്ടായതിനു ശേഷം വാദം വരാം. ഇതിന്റെ രോഗനിർണയം മുട്ട് തേയ്മാനത്തിന് പ്രധാനമായിട്ട് ഒരു എക്സ്റേ കൊണ്ടാണ് രോഗനിർണയം ഉണ്ടാവുന്നത്. വാദത്തിന് നമ്മൾ ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നീട് രോഗത്തിന്റെ വിവരങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഏത് വാദമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പരിക്കുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സ്റേ മാത്രം മതി. സങ്കീർണമായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ചിലപ്പോൾ MRI വേണ്ടി വരാം. ചികിത്സാ രീതി മുട്ട് തേയ്മാനത്തിനാണെങ്കിൽ ആ തേയ്മാനത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. തേയ്മാനത്തിന്റെ തുടക്കമാണെങ്കിൽ മരുന്നുകളും ഫിസിയോതെറാപ്പി, എക്സസൈസ്, വെയിറ്റ് കുറയ്ക്കുക എന്നിവ കൊണ്ട് നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. ചില കണ്ടീഷൻസിൽ നമുക്ക് PRP ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്നതാണ് തുടക്കമുള്ള തേയ്മാനമാണെങ്കിൽ. വാദമാകുമ്പോൾ വാദത്തിന്റെ ഏത് വാദമാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുത്താൽ മുട്ടുവേദന പാടെ മാറ്റാൻ കഴിയും. പരിക്കുകളാവുമ്പോൾ ബാൻഡേജുകൾ, സ്പ്ലിന്റുകൾ, പ്ലാസ്റ്ററിങ്, മെഡിസിൻസ് എന്നിവ കൊണ്ട് നമുക്ക് മുട്ടുവേദന മാറ്റാൻ കഴിയും. നമുക്ക് എങ്ങനെ മുട്ടുവേദനയെ അകറ്റി നിർത്താം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, എല്ലാ ദിവസവും നടക്കാൻ പോവുക. മുട്ടുവേദന വരുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞ് റെസ്റ്റ് എടുത്താൽ പ്രോബ്ലം വളരെ സങ്കീർണമായി മാറത്തേ ഉള്ളൂ. അസുഖം കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് ആയി മാറും. നമുക്ക് പിന്നീട് ഇത് ചികിത്സിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ഭക്ഷണം കഴിക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, പഴയ ഭക്ഷണം കഴിക്കാതിരിക്കുക, എല്ലാ ദിവസവും എക്സസൈസുകൾ ചെയ്യുക. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദനയില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും.